കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 7 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് സംഭവിച്ചതെല്ലാം കേട്ട് ഹെറോദേസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെറോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദനം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെറോദേസ് ആഗ്രഹിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു ട്രൂ സ്റ്റോറി, ശരിക്കുണ്ടായൊരു സംഭവമാണ്. ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നുവെച്ചാൽ പെർമിഷൻ തരുവാണെങ്കിൽ ഞാൻ നിത്യാരാധന കപ്പേള അതൊന്ന് പെയിൻറ്റ് ചെയ്തോളാം, പെർമിഷൻ കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു, അതിന് തന്നെ കുഴപ്പം, നമ്മളാണെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യണം എന്നാഗ്രഹിച്ചു. പക്ഷേ അപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് മാറ്റിവെച്ചതാണ്. ഈ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അതനുസരിച്ച് പുള്ളി പെയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, വേറെ കുറച്ച് സ്ഥലം കൂടിയൊക്കെ ഇച്ചിരി പെയിൻറ്റിങ് ആവശ്യമായിട്ടുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഒരുപാട്, എനിക്ക് തോന്നുന്നു 1-2 ലക്ഷങ്ങൾ പുള്ളി മുടക്കി പെയിൻറ്റിങ് നടത്തി. അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ഞാനിങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം, ഒരു ദിവസം ഞാൻ ഈ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എൻ്റെ പുറമൊക്കെ ഇങ്ങനെ ചെളിയും പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ജസ്റ്റ് കണ്ടു, അകത്ത് കയറിയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ചോദിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റി. നിൻ്റെ വീടൊക്കെ റെനോവേറ്റ് ചെയ്ത് കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ചു. നീ അതിനകത്ത് നല്ല പ്രതാപത്തോടെ നീ കഴിയുന്നുമുണ്ട്. എൻ്റെ ആലയം കിടക്കുന്നുണ്ടോ? പുള്ളി അത് കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത്. നമുക്കറിയാം, നമ്മൾ എവിടെയെല്ലാം ആവശ്യക്കാരെ കണ്ടെന്ന് പറഞ്ഞാലും, എവിടെയെല്ലാം ആവശ്യങ്ങൾ നിറവേറാനുണ്ട്, അതിനെനിക്ക് സാധ്യതയുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുമെന്നറിഞ്ഞാലും ഇങ്ങനെ ആരും മുമ്പോട്ട് വന്നെന്ന് വരത്തില്ല. അതിന് ഇതുപോലത്തെ ദൈവിക ഇടപെടൽ ഉണ്ടാകണം. ഇന്നത്തെ 2 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം നമുക്കുണ്ടാകാവുന്ന ചില അവസ്ഥകളെക്കുറിച്ചാണ്. സുവിശേഷത്തിൽ നമ്മൾ കണ്ടു, ഹെറോദേസ് അവനെന്നാ ഉണ്ടായത്? പരിഭ്രാന്തി. അവന് കടന്നിട്ട് ഉറക്കമില്ല, ഇരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല. അങ്ങനത്തെ പരിഭ്രാന്തിയിൽ ജീവിക്കുന്ന വ്യക്തിയെ കാണാൻ പറ്റും. എന്താ കാരണം? അവൻ്റെ തന്നെ പ്രവൃത്തികൾ. ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ചിലർ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പുതച്ചിട്ട് കുളിര് മാറുന്നില്ല. നിങ്ങൾ രാത്രി തണുപ്പ് തോന്നിയിട്ട് ഭാര്യയെ വിളിച്ച് ചോദിക്കുക, എടി AC വല്ല ഓണാണോ? ഇതന്നെ ഇത്രയും തണുപ്പ്? AC ഒന്നും ഓണല്ല. എന്നിട്ടും ഒരു പുതപ്പിട്ടിട്ടും ആ കുളിര് മാറുന്നില്ലെങ്കിൽ എങ്ങനെ ഒരു അവസ്ഥയായിരിക്കും? ഇവിടെ ഒന്നല്ല, നീ 7 പുതപ്പിട്ട് പുതച്ചാലും നിൻ്റെ കുളിര് മാറിയല്ല. നീ 1 ബക്കറ്റ് വെള്ളം കുടിച്ചാലും നിൻ്റെ ദാഹം തീരത്തില്ല. അതൊക്കെ എന്തൊരു അനുഭവമായിരിക്കും? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം നിനക്കുണ്ടായത് എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. നീ ദേവദാരു കൊണ്ടുള്ള തടി അതുപയോഗിച്ച് മച്ചിട്ട് അതുപോലെ തന്നെ കട്ടിലുണ്ടാക്കി നീ അതേ കിടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ആലയത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നേ ഇല്ല. ആലയം മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് ദൈവത്തിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം നമുക്കുണ്ടാവും. നമുക്കറിയാമല്ലോ, അന്ത്യവിധിയെക്കുറിച്ച് മത്തായി 25-ൽ നമ്മൾ വായിക്കുന്നതാണ്. നീ ഇത് എൻ്റെ എളിയ സഹോദരങ്ങളിൽ ഒരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു തന്നാണ്. നീ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നീ ചെയ്യാതിരുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അന്ത്യവിധിയെക്കുറിച്ച് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതം കറതീർന്ന ജീവിതമായിട്ട് മാറണം. ദൈവം നമ്മളെ കണ്ട് നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കുറേ മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരാ. ഞാൻ ആത്മീയ ബോധ്യത്തിലാണേലും അത് അവിടെ വിചിന്തനം ചെയ്തിരിക്കുന്നൊരു വിഷയം ഇതാണ്.
ഉള്ള പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞു നടന്നാൽ മതിയോ? ഇനി അതല്ല, ഈ കാരിസ്മാനുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും പറയുകയാണ് കാര്യച്ഛൻ ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. അങ്ങനെ നിങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ട് എനിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കർത്താവ് പറയണം. പ്രാർത്ഥനക്കാരുടെ ഒരു പ്രത്യേകത, അത് തെളിയിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥനക്കാരൊരിക്കലും പറഞ്ഞു നടക്കത്തില്ല ഞാൻ ഭയങ്കര പ്രാർത്ഥനയുള്ള വ്യക്തിയാണെന്ന്. ഒരിക്കലും പറഞ്ഞു നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല, കുറേ പ്രാർത്ഥനകൾ ചൊല്ലുന്ന വ്യക്തികളായിരിക്കാം. ഇതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ് സങ്കീർത്തനം 37 3 മുതൽ മുമ്പോട്ട് വായിച്ചാൽ പ്രാർത്ഥനക്കാരെന്ന് തെളിയിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ആത്മീയ ആനന്ദത്തോടെ നന്മ ചെയ്ത് മുമ്പോട്ട് പോകും. മറ്റുള്ളവരെന്തും പറയട്ടെ, അതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഇക്കാര്യം ചെയ്യും. എനിക്ക് പ്രതികൂല സാഹചര്യത്തിൽ പോലും ആനന്ദിക്കാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 50 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം തെളിയിച്ചിരിക്കുന്നത് അവിടെ കാണാൻ പറ്റും. പൗലോസും ബർണ്ണബാസും അവരാരോടും പറഞ്ഞു നടന്നില്ല ഞങ്ങളെപ്പോലെ പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ വലിയ പ്രാർത്ഥനക്കാരാണ് എന്ന് അവർ പറഞ്ഞു നടന്നില്ല. പക്ഷേ അവരെ കണ്ടവർക്കും അവരുടെ കൂടെ ജീവിച്ചവർക്കൊക്കെ മനസ്സിലായി നല്ല പ്രാർത്ഥന. ഈ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവർ തെളിയിച്ചു. അവർക്ക് പ്രതികൂലങ്ങളുണ്ടായി. ഇനി അവരെക്കുറിച്ച് അഭിഖ്യാതി പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല, പെണ്ണുകേസ് ആരോപിച്ചു. എന്നിട്ടും അവരവിടെ തളർന്നില്ല. അവർ അവരുടെ ശുശ്രൂഷയുമായിട്ട് മുമ്പോട്ട് പോയി. യഹൂദരുടെ ഇടയിൽ അവരെ തിരസ്കരിക്കപ്പെട്ടു. അതിന് ഞാൻ പെട്ടിയൊക്കെ മടക്കി ഞാൻ എൻ്റേതായ രീതിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞില്ല. അവർ ഇവിടം വിട്ട് വിജാതീയരുടെ അടുത്തേക്ക് പോയി അവിടെ സുവിശേഷം പ്രഘോഷിക്കുന്നത് കാണാൻ പറ്റും. അവിടെ വലിയ സൽഫലമുണ്ടായതായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവരെ തിരസ്കരിച്ചവർക്ക് എന്തുണ്ടായി? ആത്മനാശം. അവർ സുവിശേഷം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട്, തിരസ്കരിച്ചതുകൊണ്ട് അവർക്കുണ്ടായത് ആത്മനാശം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത യാക്കോബ് 1:21 വായിച്ചാൽ കാണാൻ സാധിക്കും. വിനയപൂർവ്വം ഈ വചനം സ്വീകരിച്ചാൽ ഈ വചനത്തിന് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ പോലും കഴിയും. വിനയപൂർവ്വം വചനം സ്വീകരിച്ചാൽ വചനം നമുക്ക് കവചമായി മാറും, നമ്മുടെ ആത്മാവിനെ പോലും രക്ഷിക്കും. അഹങ്കാരം മൂലം അവർ പറഞ്ഞു എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളെ ഇവിടെ മിണ്ടേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് നിങ്ങളെ കാണേണ്ട കാര്യമില്ല. അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ കാലിലെ പൊടിയും തട്ടി അവർ വിജാതീയരുടെ അടുത്തേക്ക് പോയി. അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർക്ക് കിട്ടിയതോ രക്ഷയുടെ അനുഭവം. മാത്രമല്ല ഈ ശിഷ്യന്മാർക്ക് എന്തുണ്ടായെന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ പരിശുദ്ധാത്മാവിനാലും ആനന്ദത്താലും നിറഞ്ഞു. പ്രതികൂലങ്ങളിൽ ഈ മനോഭാവം നമ്മൾ എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടാൻ പോകുന്നത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. ഇതാണ് ഓരോ ക്രിസ്ത്യാനിയും ലക്ഷ്യമാക്കേണ്ടത് എന്ന് വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥ പ്രാർത്ഥനയുള്ള യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ക്രിസ്തു ശിഷ്യരായി മാറുവാൻ കൃപ നൽകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലമാണ് ജീവൻ്റെ കിരീടം. അത് കർത്താവ് നമ്മളെ അണിയിച്ചുകൊള്ളും. നമ്മൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ ആ ഒരു ബോധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.